ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തതല്ലേ. അപ്പോൾ നമ്മൾ ബൈക്കിലൊരു ചെറിയൊരു ഊട്ടി വരെ പോരാനുള്ള പരിപാടിയാണ്. ഊട്ടി ട്രിപ്പാണ്. ജസ്റ്റ് ഡ്രൈവ് ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനും മോളും വൈഫും മാത്രമേ ഉള്ളൂ. മറ്റു രണ്ട് കുട്ടികളും സ്കൂളിൽ പോയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ നമ്മളിവിടുന്ന് ഏറ്റവും എളുപ്പം കോടഞ്ചേരി തുഷാരഗിരി വഴി ചുരത്തിലേക്ക് ചാടാനുള്ള റൂട്ടുണ്ടല്ലോ, അതിലാണ് നമ്മൾ കൂടുതലായിട്ട് പോകാറുള്ളത്. നമുക്ക് ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോടഞ്ചേരി കഴിഞ്ഞു, പിന്നെ മലയോര ഹൈവേയിലൂടെ തുഷാരഗിരിയിലേക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഏറ്റവും നല്ല റോഡാണ് ഇപ്പോൾ തുഷാരഗിരി. പിന്നെ മീൻമുട്ടിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് കയറി തുഷാരഗിരി റൂട്ടിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ഏകദേശം മീൻമുട്ടി എത്തിയിട്ടുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡാണ് തുഷാരഗിരി റോഡ്. തുഷാരഗിരി റോഡിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് അവിടുന്ന് അങ്ങോട്ടും ഉള്ളത്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുഷാരഗിരിയുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നമുക്ക് പച്ചപ്പ് നിറഞ്ഞ ഒരു യാത്ര, നല്ല സുഖമുള്ള യാത്ര കേട്ടോ. നല്ല തണുത്ത കാറ്റും പ്രത്യേക ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെയൊക്കെ. കൂടുതൽ ചൂടൊന്നും ഇല്ലാത്തൊരു നല്ല കാലാവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ പോയപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് തുഷാരഗിരി പാലം കേട്ടോ. തുഷാരഗിരി പാലമാണ്. ഇവിടെ കാഴ്ചക്കാരൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി കാഴ്ചകൾ കാണാറുള്ളതാണ്. നമ്മൾ പിന്നെ എപ്പോഴും സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ റൂട്ട് തന്നെ നമ്മൾ കുറച്ചും കണ്ടു മുന്നോട്ട് പോയാൽ നമുക്ക് മർക്കസ് നോളജ് സിറ്റി ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് മർക്കസ് നോളജ് സിറ്റി ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഏകദേശം ചുരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചുരത്തിൻ്റെ രണ്ടാം വളവിന് താഴത്തായിട്ടാണ് നമ്മൾ എത്തിപ്പെടുക. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുങ്ങനെ പീടികയിലൊന്ന് ചെറിയ ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ ചുരത്തിലെ രണ്ടാം വളവിലെത്തിയിട്ടുണ്ട്. രണ്ടാം ഹെയർ പിൻ ബെൻഡും മൂന്നാം ഹെയർ പിൻ ബെൻഡും ഏകദേശം അടുത്തടുത്തായിട്ടാണ് നമുക്ക് കിട്ടുക. ചുരത്തിലൊന്നും വണ്ടി പൊതുവെ കുറവാണ്. യാത്ര തുടർന്ന് നമ്മൾ ഏകദേശം ഒരു 6-ാം വളവ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് വണ്ടി നിർത്തി. അപ്പോൾ നമുക്കത് അവിടുന്ന് മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു ചെറിയൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയും. മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുക കേട്ടോ. അവിടെ ബസ്സിലൊക്കെ യാത്രക്കാരൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു വയനാട് ചുരത്തിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ എന്ന് പറയാം ഇത്. ഇവിടെ നിർത്തി വാഹനങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 9-ാം വളവും കഴിഞ്ഞ് നമ്മൾ വയനാട് ചുരത്തിൻ്റെ ടോപ്പിലെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥ കേട്ടോ. ഏകദേശം സമയം ഒരു 11-11:30 ടൈമായിട്ടുണ്ട് നമ്മൾ വയനാട് ചുരം കയറി തീർന്നപ്പോൾ. ഞങ്ങൾക്ക് ഏകദേശം 1 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മുത്തങ്ങ ബോർഡർ എത്തണം. നമ്മളെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് വയനാട് ബത്തേരി, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, ഗുണ്ടിൽപേട്ട്, അവിടുന്ന് മസനഗുഡി വഴി ഊട്ടി കല്ലട്ടിച്ചുരം വഴി ഊട്ടിയിലെത്തിപ്പെട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നാടുകാണി, വൈക്കടവ്, നിലമ്പൂർ വഴി നാട്ടിലേക്ക് പോരാനുള്ളൊരു ട്രിപ്പാണ്. ജസ്റ്റ് ഫോർ എ ഡ്രൈവ് അത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടുതൽ സ്പെൻഡ് ചെയ്യാനോ അവിടെ നിൽക്കാനോ എന്നുള്ള അവസരം നമുക്കില്ല, ടൈമുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു യാത്ര, ബൈക്കിലൊരു യാത്ര എന്നുള്ളതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
നമ്മളെ കയ്യിലുള്ളത് ജാവ 42FC, പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ജാവൻ്റെ 42FC എന്നുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി എത്തി നമ്മൾ മുത്തങ്ങം ബോർഡറിനോട് അടുപ്പിച്ചാണ്. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്താണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാൻ തന്നില്ല. അതിനെല്ലാം നിങ്ങൾ കണ്ട കാഴ്ചകളാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം സുൽത്താൻ ബത്തേരി മുത്തങ്ങം ബോർഡറിനോട് അടുപ്പിച്ചാണുള്ളത്. ബോർഡർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ മുത്തങ്ങ ബോർഡറിനോട് അടുപ്പിച്ച് നമ്മൾ കേരള ബോർഡർ ഉണ്ടല്ലോ, കേരള ബോർഡറിന് കടന്ന് നമ്മളവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണിയോട് അടുപ്പിച്ചാണ് നമ്മളിവിടെ എത്തുന്നത്, മുത്തങ്ങ ബോർഡറിൽ എത്തുന്നത്. നമ്മളിവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് ഇനി മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശം. അപ്പം മുത്തങ്ങ ബോർഡറിനടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ മുത്തങ്ങ ബോർഡറിൻ്റെ അടുത്തുള്ള നമ്മൾ പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടുന്ന് മുളക്കന്ത മുട്ടായിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ ചോറാട്ടോ പറഞ്ഞത്, നാടൻ ചോറാണ് പറഞ്ഞത്. ചോറും മീനും, ഒരു മീൻകറിയും സാമ്പാറും, ഒരു കൂട്ടുകറി, അച്ചാറ്, നല്ല മീൻ പൊരിച്ചതും പപ്പടവും. കുഴപ്പമില്ലാത്ത നല്ലൊരു ഊണായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഊണായിരുന്നു. വൈഫും മക്കളൊക്കെ അത്യാവശ്യം തന്നെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളവിടുന്ന് ക്യാഷും കൊടുത്ത് നമ്മളവിടുന്ന് ഇറങ്ങി. ഇതാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ, ഹോട്ടൽ ഹിബ ഫാമിലി റെസ്റ്റോറൻറ്റ്, മുത്തങ്ങ ബോർഡറിനോട് അടുപ്പിച്ചിട്ടുള്ള. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടർന്നു. മുന്നോട്ട് മുത്തങ്ങ കാട് കയറി നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കിടക്കണം. ഇപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി മുത്തങ്ങ കർണാടക ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, അവിടെ നമ്മൾ മുന്നോട്ട് പോയാൽ. ഇത് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഫീസൊന്നും ഉണ്ടാവില്ല. കാറാണെങ്കിൽ 20 രൂപ നമുക്കവിടെ ചാർജ് ഉണ്ട്. ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ എൻട്രി ആണ്, നമുക്ക് കടന്നു പോകാം. അപ്പോൾ നമ്മൾ ഏകദേശം കർണാടക ബോർഡറിനോട് അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടാവും. ചെക്കിംഗ് എന്നല്ല അറിയാനില്ല, ചെറിയൊരു ഫീസ് ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്. കാറാണെങ്കിൽ 20 രൂപ, ബൈക്കാണെങ്കിലൊക്കെ ഫ്രീ എൻട്രി ആണ്. നമ്മളോട് അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു, നമ്മളങ്ങ് പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ കാട് കയറിയുള്ള യാത്രയിലാണ്. പിന്നെ മുത്തങ്ങക്കാടിൻ്റെ ഭംഗി കണ്ട് അങ്ങനെ പോകാം. നമുക്ക് കുറേ അമ്പുകളാട്ടോ റോഡിൽ, നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്പീഡിലങ്ങ് പോകാൻ കഴിയില്ല. വന്യജീവികളെ തട്ടുമെന്നുള്ള പേടി കൊണ്ടാവാം ഈ അമ്പുകൾ കൂടുതലായിട്ട്. ഇവിടെ ഫോറസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അമ്പുണ്ടാവും. അങ്ങനെ മുത്തങ്ങക്കാട് കഴിഞ്ഞ് നമ്മൾ കർണാടകയുടെ ബോർഡറിലെത്തി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാട് കഴിഞ്ഞിട്ടോ, കാടിൻ്റെ ഇൻട്രസ്റ്റ് ഫോറസ്റ്റിൻ്റെ ആ ബോർഡർ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഗുണ്ടൽപേട്ട, ഇപ്പോൾ ഏകദേശം ഗുണ്ടൽപേട്ട അതിർത്തിയിലാണുള്ളത്. ഗുണ്ടൽപേട്ട ഒരു കൃഷിയിടങ്ങളുടെയൊക്കെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇതൊരു പ്രത്യേക ഒരു സുഖമുള്ള ഏർപ്പാടാട്ടോ. നമുക്ക് 2 സൈഡിലും കൃഷികളാണ് ഇവിടെ മൊത്തം. അതുപോലെ ഇപ്പം പിന്നെ സൂര്യകാന്തി, അതുപോലെ ചോളം, അങ്ങനത്തെ കുറേ കൃഷികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവിടെ നടക്കുന്നത്. അതുപോലെ തക്കാളി, അതൊക്കെ നമുക്ക് ഇവിടെ തന്നെയാണ്, ഈ ഗുണ്ടൽപേട്ട നിന്നാണ് അധികവും വരുന്നതെന്ന് തോന്നുന്നു. കൃഷിയിടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പം നമ്മുടെ യാത്രയിൽ പെട്ടെന്നൊരു പൂന്തോട്ടം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി നമ്മളവിടുന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അതുപോലെ തന്നെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു.
നമ്മളിങ്ങനെ മുന്നോട്ട് നല്ലൊരു ചെട്ടിപ്പാടമാണ്. സൂര്യകാന്തിൻ്റെ കുറച്ചപ്പുറത്തൊക്കെ സൂര്യകാന്തി ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് നമ്മളെത്തിയില്ല. നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്, നല്ല തണുത്ത കാറ്റുമാണ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നമ്മൾ യാത്രയായി നമ്മൾ ഗുണ്ടൽപേട്ട ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് നമ്മൾ മസനഗുഡി റോട്ടിന് കയറിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നിന്നു. ഗുണ്ടൽപേട്ടയിൽ നിന്ന് വലത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് വലത്തോട്ടാണ് നമ്മൾ മസനഗുഡി റോഡ് കിട്ടുക. അപ്പോൾ നമ്മൾ മസനഗുഡി റൂട്ടിലാണുള്ളത്. ബന്ദിപ്പൂർ മസനഗുഡി ആ റൂട്ടിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ബന്ദിപ്പൂർ കാടാണ് നമുക്ക് വരിക. ബന്ദിപ്പൂർ കാട് കയറി ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ കാട്ടിലുള്ളത്. ബന്ദിപ്പൂർ കാടിൻ്റെ ആ ഒരു എൻട്രൻസിലാണ്. നല്ല വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. അതായത് മാന്, ആന, കരടി. ഞങ്ങൾ മാനിനെയും കണ്ടിട്ടുണ്ട്, കരടിയും കണ്ടിട്ടുണ്ട്. ആനനെ നമുക്ക് ഈ മഴ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് കരടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ആനനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കരടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല, കുറച്ച് ദൂരത്തായിരുന്നു. മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാനുകൾ ഇഷ്ടം പോലെ കാണാൻ കഴിയും. നമ്മളെ മുന്നിലൂടെ സൈഡിലൂടെയൊക്കെ ഇഷ്ടം പോലെ മാനുകൾ നമുക്ക് ഈ റൂട്ടിൽ പോയാൽ കാണാൻ കഴിയും. വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല റൂട്ടാണ് ഈ മസനഗുഡി വഴിയുള്ള ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള യാത്ര.
അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരി മുത്തങ്ങ മസനഗുഡി ഗുണ്ടൽപേട്ട് മസനഗുഡി വഴി കല്ലട്ടി ചുരം കയറി 36 എയർ പിൻവെൻറ്റുകളുള്ള ചുരം കയറി ഊട്ടിയിലെത്തുന്ന വരെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസുകൾ നമുക്ക് എടുത്തിട്ടില്ല, നമ്മൾ രാത്രിയാകുകയും ചെയ്ത്. പിന്നെ അതിന് നമ്മൾ ചെയ്യുന്ന നാട് കാണി വൈക്കടവ് വഴി നമ്മൾ നിലമ്പൂർ എത്തി നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഊട്ടി വരെയുള്ള ഒരു വീഡിയോസാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് കണ്ടവർ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.